മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണം അനിശ്ചിതാവസ്ഥയിൽ. മഹായുതി സഖ്യത്തിലെ ഭിന്നത രൂക്ഷം. ഷിൻഡെയെ വരുതിയിലാക്കാനുള്ള ബിജെപി ശ്രമങ്ങൾ ഫലം കണ്ടില്ല. സർക്കാർ രൂപീകരണ യോഗങ്ങൾ റദ്ദാക്കി ജന്മനാട്ടിലേക്ക് മുങ്ങിയ ഷിൻഡെ ഇന്ന് വൈകിട്ട് തിരിച്ചെത്തും. കാവൽ മുഖ്യമന്ത്രിയുടെ പ്രധാന തീരുമാനങ്ങൾ ഇന്നുണ്ടാകുമെന്ന് ശിവസേന നേതാക്കൾ. മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാർ രൂപീകരിക്കാൻ മഹായുതി സഖ്യം അതിവേഗം നടപടികൾ പൂർത്തിയാക്കുമ്പോഴും മുഖ്യമന്ത്രി പ്രഖ്യാപനം നേടുന്നത് സഖ്യത്തിനുള്ളിലെ ഭിന്നത പ്രകടമായിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഖ്യ നേതാക്കളും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ചയിലെ തീരുമാനങ്ങളിൽ ഷിൻഡെ തൃപ്തനല്ലെന്ന് വേണം കരുതാൻ. ഡൽഹിയിൽ നിന്ന് മടങ്ങിയ ഉടനെയാണ് മുംബൈയിൽ നടക്കാനിരുന്ന നിർണായക യോഗങ്ങളെല്ലാം റദ്ദാക്കി ഷിൻഡെ ജന്മനാട്ടിലേക്ക് മുങ്ങിയത്. മുഖ്യമന്ത്രി പദത്തിന് പകരമായി മകനെ ഉപമുഖ്യമന്ത്രിയാക്കാനും ആഭ്യന്തരം, നഗരവികസനം, പൊതുമരാമത്ത് തുടങ്ങിയ പ്രധാന വകുപ്പുകൾ സ്വന്തമാക്കാനുമാണ് ഷിൻഡെയുടെ ശ്രമം. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഏക്നാഥ് ഷിൻഡെയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ മന്ത്രിസ്ഥാനം നിലനിർത്താൻ ആദ്യം ശ്രമിച്ച ഷിൻഡെ ഈ വാഗ്ദാനം സ്വീകരിക്കാൻ തയ്യാറായില്ല. ഷിൻഡെയുടെ ചെറുത്തുനിൽപ്പ് ബിജെപിക്ക് രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അസ്വസ്ഥനായ ഷിൻഡെ സർക്കാരിന്റെ ഭാഗമാകാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. മഹായുതി സർക്കാരിൽ ഏക്നാഥ് ഷിൻഡെയുടെ പങ്ക് മന്ത്രിസ്ഥാനങ്ങൾക്കപ്പുറമാണ്. ശിവസേനയിലെ പിളർപ്പും മറാഠ പ്രതിഷേധവും ഉൾപ്പെടെയുള്ള ദുഷ്കരമായ സാഹചര്യങ്ങൾ മറികടക്കാൻ ഷിൻഡെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ നേതൃത്വം ബിജെപിയെ സഹായിച്ചു. മഹായുതി സഖ്യത്തിനുള്ളിൽ അജിത് പവാറിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം മറികടക്കാനും ഷിൻഡെയുടെ സാന്നിധ്യം ബിജെപിക്ക് അനിവാര്യമാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.